പോയോ? കാക്ക തൂറാന്ന് നോക്കി വായും വിളിച്ചോണ്ടോടും. ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങള് വെറുതെ ഞങ്ങളുടെ ലൊക്കാലിറ്റി കൂടെ ചുമ്മാ ഒരു ഈവനിങ് വാക്കിന് പോയതിന്റെ ഒരു വീഡിയോ ആണ്. ഒരു വൈകുന്നേരം ഒരു രസമല്ലേ, ഇതിനൊക്കെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി. പക്ഷെ നോക്കിയപ്പോ നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ജാക്കറ്റ്, തൊപ്പി, ഞാൻ ഒരു തെർമൽ പാന്റും കൂടെ ഇട്ട്. എനിക്ക് തണുപ്പൊട്ടും പറ്റില്ല കേട്ടോ. എന്താ സന്തോഷം നോക്കി നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതെന്ന് കണ്ടാ പറയൂ. ഇത് ഞങ്ങളുടെ മുറ്റത്തുണ്ടായി നിൽക്കുന്ന ലൈലാക്ക് പൂവാണ്. മറ്റേ ലൈലാക്കെന്ന് പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ പൂവിനെ വെച്ചിട്ടാന്ന് തോന്നുന്നു. കാണാൻ രസമുണ്ട്, പക്ഷെ നല്ല മണമുണ്ട്. മുറ്റത്തിന് കുറച്ച് തുളിപ്പൊക്കെ ബാക്കിയുണ്ട്, പക്ഷെ ഇത് ഓൾമോസ്റ്റ് ലാസ്റ്റ് സ്റ്റേജാ, ഇതിന് തീരാറായി. നമ്മുടെ വീടിന്റെ ബാക്കിൽ തന്നെ നമുക്ക് ചെറിയൊരു പാർക്ക് പോലെ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് പോവാന്ന് കരുതിയാ ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ ഇറങ്ങിയിട്ട് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ നമ്മുടെ ലൊക്കാലിറ്റിക്ക് തന്നെ ഒന്ന് കറങ്ങിയിട്ട് ജസ്റ്റ് പാർക്ക് വഴി ഒന്ന് കയറി ഇറങ്ങി പോരാന്ന് കരുതി. പിന്നെ നല്ല കാറ്റുള്ളപ്പോ നല്ല തണുപ്പാണ് കേട്ടോ. പിന്നെ കല്ലെന്താ അറിയാമെന്ന് ചോദിച്ചതാ. എല്ലായിടത്തും ചെറുതായിട്ട് ഗാർഡനിങ് ഒക്കെ തുടങ്ങി. ഞങ്ങൾ ഇങ്ങനെ ഓരോ കുശലൊക്കെ പറഞ്ഞ് പയ്യെ നടന്നു പോകുന്നു. ഇപ്പൊ വഴിയരികിലൊക്കെ ആൾക്കാര് ഓരോരുത്തരുടെ വീട്ടിലോരോ ചെറിയ പ്ലാന്റ് ഒക്കെ വെച്ചേക്കുന്ന കാണുന്നു. 2 ആഴ്ച മുമ്പ് വരെ പോയപ്പോ ഇവിടെ എല്ലാം ഇങ്ങനെ പുല്ല് പിടിച്ചിരിക്കുകയായിരുന്നു. പാർക്കിലേക്ക് ഇറങ്ങുമ്പോ തന്നെ ജാക്കറ്റ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. തൊപ്പി എടുക്കാൻ പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ ഞാനാണ് ഈ കിടന്ന് വിറയ്ക്കുന്നത്. ഈ കാണുന്ന കേട്ടോ ഞാൻ പറഞ്ഞു പാർക്ക്. ആ കാണുന്നത് ഇതിന്റെ സൈഡിൽ തന്നെ പുറകെ കാണുന്നത് ഒരു കൺസർവേറ്റീവ് ഏരിയ ആണ്. അത് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫോറസ്റ്റാ. അപ്പം ഇതൊക്കെ ഇപ്പോഴാണ് ഗ്രീൻ ആയിട്ട് വരുന്നത് തന്നെ. അതിനോട് ചേർന്നാണ് ഈ പാർക്ക്. ഇവിടെ ഒത്തിരി ഏരിയ ഉണ്ട്. ഒരു സൈഡിലേക്ക് പാർക്കും മറ്റു സൈഡിലേക്ക് കൺസർവേഷനുമാണ്. അപ്പൊ നമ്മൾ ഈ പാർക്കിൽ കയറുന്നിടത്ത് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ട്രെയിലുണ്ട്. ഈ കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇവിടെ ഹാർട്ട് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർ ബോഡി ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ട്രെയിലായത്. കുറച്ചധികം നടക്കാനുണ്ട്. ഞങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ് വരെ കഴിഞ്ഞ ദിവസം ഒന്ന് പോയി നോക്കി, പക്ഷെ അവിടെ പാമ്പിനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചോടി. ഈ ഒരു ദിവസം അറിയില്ല, ഫ്രണ്ട്സിനെ ഒക്കെ കൂട്ടിയിട്ട് പോകാൻ നല്ല രസമായിരിക്കും, ഹൈക്കിംഗ് ഒക്കെ പോവാനായിട്ട്. ഇവിടെ ഇങ്ങനെ പക്ഷികളും അതിന്റെ അകത്ത് തന്നെ കുറെ ആനിമൽസും ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഈ പാർക്കിലാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സെഷൻസ് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പല രീതിയിൽ ആൾക്കാർ വന്ന് കളിക്കാറുണ്ട്. ഇപ്പൊ ഇതൊക്കെ ഫാമിലീസ് എടുത്തിട്ട് അവിടെ ബേസ്ബോളും അല്ലെങ്കിൽ ഇന്ത്യൻസ് ആണെങ്കിൽ കൂടുതൽ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന കാണാം. അതുപോലെ കുട്ടികളൊക്കെ ഇതായി പോകുന്ന വല്ല സൈക്കിളും അല്ലെങ്കിൽ വലിയവരാണെങ്കിലും സൈക്കിളും കൊണ്ടൊക്കെ പോകും. പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ ഇന്നിപ്പോ നല്ല കാലാവസ്ഥ അല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറവാ. പിന്നെ ഡോഗ് വാക്കിങ്ങിനൊക്കെ ഒത്തിരി ആൾക്കാർ ഡോഗ്സിനെ കൊണ്ടുവരും. ഇന്ന് എന്തായാലും പൊതുവെ ആളൊത്തിരി കുറവ്. മറ്റേ ഈ സമയത്തൊക്കെ നല്ല ക്രൗഡഡ് ആയിരിക്കും. ഈ കാണുന്ന ഒരു സ്കൂളാണ്. ഇവിടെ ഓരോ ലൊക്കാലിറ്റിയിലും ഒരു സ്കൂൾ വേണം എന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള സ്കൂളാണ് കാണുന്നത്. തണുപ്പ് കാരണം ഞങ്ങൾ അധികം നേരം നിന്നില്ല. ഞങ്ങൾ തിരിച്ചു നടന്നു. നല്ല കാറ്റുണ്ട്. അപ്പൊ ഞാൻ തൊപ്പിയിട്ട് എന്നെ നിർബന്ധിച്ച് ഇടിച്ചെങ്കിലും ജിജുനൊന്നും ഇടാതെ വന്നേ. അപ്പം ആൾക്ക് തണുക്കുമ്പോൾ തന്നെ ഞങ്ങൾ തിരിക്കും. ഇതാട്ടോ ഞാൻ പറഞ്ഞ പാർക്ക്. തിരിച്ചു പോയി നോക്കി അവിടെ കൊങ്ങിപ്പൂ പോലത്തെ എന്ത് സാധനമൊക്കെ കണ്ടു. അപ്പൊ അതെടുത്ത് എന്താന്നൊക്കെ നോക്കി. അങ്ങനെ ഇന്നത്തെ വർക്ക് എന്തായാലും കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ശരി.